ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ട്രീ, സാന്റാ ക്ലോസ്, അതൊക്കെയല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ വെറും 2 A4 ഷീറ്റ് മതി. A4 ഷീറ്റ് ഇല്ലെങ്കിൽ കളർ പേപ്പറും മതി, ഏതായാലും മതി. നമുക്ക് 2 മതി. നമുക്കൊരു സ്റ്റാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് നല്ലോണം മടക്കി കൊടുക്കുക. ഫസ്റ്റ് റെക്ടാങ്കുലർ ആയിട്ട് മടക്കുക, പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മടക്കുക. അപ്പം നമ്മൾക്ക് തുറക്കുന്ന സമയത്ത് ഒരു പ്ലസ് ഷേപ്പിൽ കിട്ടൂലേ, ഇങ്ങനെ ഒരു പ്ലസ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു ഇൻഡു ഷേപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഓപ്പോസിറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഇൻഡു ഷേപ്പ് കിട്ടും. നമ്മളിങ്ങനെ മടക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യണം, എന്നാലേ നമ്മുടെ സ്റ്റാർ നല്ല അടിപൊളിയായിട്ട് ആവത്തുള്ളൂ. ഇപ്പം നമുക്ക് പ്ലസ്സും ഇൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യണം. പോയിൻ്റൊക്കെ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അപ്പം ഈ ഒരു സ്ക്വയർ 21 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പം അതിൽ പ്ലസ് ഇല്ലേ, അപ്പം പ്ലസ്സിൽ ഒരു ഭാഗം 10.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതിൻ്റെ പകുതിയാണ് 5.2 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡും ആ പ്ലസ് വരച്ചില്ലേ, ആ സൈഡിൽ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പം അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺ ഷേപ്പിൽ മടക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക, 2 സൈഡും മടക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഒരു സൈഡിനെ മുട്ടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്, എന്നാലേ നമുക്കൊരു 3D ഫിനിഷിങ് കിട്ടുകയുള്ളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. അപ്പം നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ഗ്ലൂഗൺ വെച്ചോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂഗൺ ആണെങ്കിൽ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ഇപ്പോൾ ഗ്ലൂഗൺ ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റാർ ഉണ്ടാക്കാതിരിക്കരുത്, ഫെവിക്കോളും മതി. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഉള്ളിലൊന്നും ആവാതെ ശ്രമിക്കുക, ഉള്ളിൽ ഒന്നും ആക്കാതിരിക്കുക, എന്നാലേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. ഇതേപോലത്തെ നമുക്ക് 2 ഉണ്ടാക്കിയെടുക്കണം. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ 2 ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്ത പരിപാടി ഈസിയാണ്. നമുക്ക് ഒരു സ്റ്റാർ പുറകിലേക്ക് മറച്ചു വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഗ്ലൂ തേച്ചിട്ട് മറ്റേ സ്റ്റാർ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ എന്തെങ്കിലും ക്രിസ്മസ് ക്രാഫ്റ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.